മലയാളികൾക്ക് ഏറെ പ്രിയപ്പെട്ട താരമാണ് വിനീത് ശ്രീനിവാസൻ. താരം സംവിധാനം ചെയ്യുന്ന സിനിമകൾക്ക് ആരാധകർ ഏറെയാണ്. 2013 വിനീതിൻ്റെ സംവിധാനത്തിൽ തിര എന്ന ത്രില്ലർ ചിത്രം പുറത്തിറങ്ങുന്നത്. വിനീതിൻ്റെ 3ാമത്തെ സംവിധാന ചിത്രമായിരുന്നു തിര. ഈ സിനിമയിലൂടെയാണ് ധ്യാൻ ശ്രീനിവാസൻ സിനിമാ മേഖലയിലേക്ക് എത്തുന്നത്. ധ്യാനിനൊപ്പം ശോഭനയും വളരെ ശക്തമായ ഒരു കഥാപാത്രത്തെ അവതരിപ്പിച്ചു എന്ന പ്രത്യേകതയും തിരക്കുണ്ട്. സോമാലി മാമിൻ്റെ ദി റോഡ് ഓഫ് ലോസ്റ്റ് ഇന്നസെൻസ്, ദി ട്രൂ സ്റ്റോറി ഓഫ് എ കംബോഡിയൻ ഹീറോയിൻ എന്ന പുസ്തകത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട സിനിമയാണ് തിര. മുൻനിര താരങ്ങളുടെ അഭിനയ മികവ് കൊണ്ടും സംവിധാന മികവ് കൊണ്ടും വലിയ നിരൂപക പ്രശംസ ലഭിച്ചെങ്കിലും ചിത്രം ബോക്സ് ഓഫീസിൽ പരാജയമായിരുന്നു. തിരയുടെ അടുത്ത ഭാഗം ഉണ്ടാകുമെന്ന് വിനീത് ശ്രീനിവാസൻ മുമ്പ് പറഞ്ഞിരുന്നു. തിര 2 ഇപ്പോൾ അനാഥമാണെന്നും പക്ഷേ തീർച്ചയായും വരുമെന്നും ധ്യാൻ ശ്രീനിവാസൻ പറയുന്നു. തിരയേക്കാൾ ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും അതിൻ്റെ സെക്കൻഡ് പാർട്ട് എന്നും ധ്യാൻ പറയുന്നു. മാതൃഭൂമി ന്യൂസിനോട് സംസാരിക്കുകയായിരുന്നു താരം. തിര 2 സത്യം പറഞ്ഞാൽ ഇപ്പോൾ അനാഥപ്പെട്ടിരിക്കുകയാണ്. കാരണം ചേട്ടൻ അത് ചെയ്യുന്നില്ല എന്ന തീരുമാനമെടുത്തു. ഇപ്പോൾ ആ ചിത്രത്തിന് ഒരു ഫാൻ ബേസ് ഉണ്ട്. ഞാൻ പറയുന്നത് എല്ലാവരും വലിയ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന സിനിമയാണ് എന്നല്ല. എന്നാലും ഫസ്റ്റ് പാർട്ടിനേക്കാൾ ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും തിര 2. കാരണം അതിൻ്റെ ഒരു ക്യാൻവാസും കാര്യങ്ങളും കുറച്ചുകൂടെ വലുതാണ്. ആ കണ്ടന്റ് വേണമെങ്കിൽ കാലം തെറ്റി ഇറങ്ങിയതാണെന്ന് പറയാം, ധ്യാൻ പറയുന്നു. ചിത്രത്തിന് സെൻസറിങ് പ്രശ്നങ്ങൾ വരുമെന്ന സംശയത്താൽ പല ഭാഗങ്ങളും വിനീത് ശ്രീനിവാസൻ സിനിമയിൽ നിന്ന് ഒഴിവാക്കിയിരുന്നുവെന്നും തട്ടത്തിൽ മറിയത്തിനു ശേഷം വരുന്ന ചിത്രമെന്ന നിലയിൽ പടം എല്ലാവരും കാണണമെന്ന് വിനീതിന് നിർബന്ധം ഉണ്ടായിരുന്നുവെന്നും ധ്യാൻ കൂട്ടിച്ചേർത്തു. തിരയ്ക്ക് എ സർട്ടിഫിക്കറ്റ് കിട്ടുമോ, സെൻസർ ഇഷ്യൂസ് വരുമോ എന്നൊക്കെയുള്ള സംശയം ചെയ്യാൻ വിചാരിച്ച കാര്യങ്ങളൊക്കെ കട്ട് ചെയ്തിട്ടുണ്ട്. അത് രാകേഷ് എന്ന എൻ്റെ കസിനാണ് എഴുതിയത്. ഗോതയൊക്കെ എഴുതിയത് പുള്ളിയാണ്. അവൻ എഴുതി വെച്ച പലതും ഷൂട്ട് ചെയ്യാതെ പോയി. തട്ടത്തിൽ മറിയത്തിനു ശേഷം വരുന്ന സിനിമയാണ് തിര. ആ ചിത്രം എല്ലാവർക്കും കാണാൻ കഴിയുന്നതാവണമെന്ന നിർബന്ധം ഉള്ളതുകൊണ്ടാണ് കുറേ ഫിൽറ്ററേഷൻ നടന്നത്. പക്ഷേ തിര 2 അങ്ങനെ ആയിരിക്കില്ല, ധ്യാൻ ശ്രീനിവാസൻ പറയുന്നു.